ഹലോ എവരി വൺ, വെൽക്കം ടു കാറെക്സ്. സ്റ്റാർട്ടിംഗ് വേരിയന്റിന് 5.99 ലാക്സ് വരുന്ന ഒരു 7 സീറ്റർ വാഹനവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റെനോ ട്രൈബർ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ട്രൈബറിന്റെ RXZ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ 5.99 ലാക്സ് എന്ന് പറയുന്ന എക്സ്ഷോറൂം സ്റ്റാർട്ടിംഗ് വേരിയന്റ് പ്രൈസ് ആണ്. പിന്നെ മേളിലേക്ക് ഓരോരോ വേരിയന്റ് അനുസരിച്ച് അതിന്റെ മേളിലോട്ടാണ് പ്രൈസ് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ കൊണ്ടുവരുന്നത് RXZ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ്. ഇത് മസ്റ്റാർഡ്, മെറ്റാലിക് മസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. മേളില് ബ്ലാക്കും താഴെ ഈ ഒരു മസ്റ്റാർഡ് ആ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് പക്ക ഒരു ബോൾഡ് ഒരു ലുക്കാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. വെഹിക്കിളിന്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു പക്ക ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിളിന്റെ ഈ ഒരു ബോണറ്റിൽ നല്ല പവർ ലൈൻസ്, 2 പവർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും റെനോയുടെ നല്ല വലിപ്പത്തില് ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്ലാറ്റുകളായിട്ടാണ് ഗ്രില്ല് കൊടുത്തേക്കുന്നത്. ഈ ഒരു ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഗ്രില്ലിന്റെ ആ ഒരു സെൻട്രൽ ആ ഒരു പോർഷനിലൊക്കെ. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഒരു ക്ലിയർ ലെൻസ് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ DRL കാണാം. ഇത് ഫോഗ് ലാമ്പ് അല്ല, DRL ആണ്. അതിന് ചുറ്റിനും ഈ ഒരു ക്രോമിയം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്. തൊട്ട് താഴെ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ട് ആ ഒരു ഡിസൈൻ. പെട്ടെന്ന് നമുക്ക് പറയാനുള്ള ആ ഒരു ഡ്യുവൽ ടോണും ഈ ഒരു മസ്റ്റാർഡ്, മെറ്റാലിക് മസ്റ്റാർഡ് എന്ന് പറയുന്ന ഈ ഒരു കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. കാരണം ഡ്യുവൽ ടോണിന് വന്നേക്കുന്നതുകൊണ്ട്, കാരണം ആ ഒരു ബ്ലാക്ക് ഫിനിഷും കൂടെ വന്നേക്കുന്ന നല്ല ഒരു എന്താ പറയുക, നല്ലൊരു അപ്പിയറൻസ് കിട്ടുന്നുണ്ട് വെഹിക്കിളിന്. ഇനിയിപ്പോ നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോകാം. അപ്പൊ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 15 ഇഞ്ചിന്റെ ഒരു വീലാണ് വരുന്നത്, വെഹിക്കിളിന് വരുന്നത്. ഇത് വന്നിട്ട് അലോയ് വീൽ അല്ല, ഇത് ഫ്ലെക്സ് വീൽസ് എന്നാണ് നമ്മൾ കമ്പനി ഇതിനെ പറയുന്നത്. നമുക്ക് പിന്നെ അക്സറി ആയിട്ട് നമുക്ക് അലോയ് വീൽസ് ചെയ്യാം. നിങ്ങൾ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വീൽ കപ്പ് പോലെ വരുന്നത്, പക്ഷെ വീൽ കപ്പ് അല്ല. പക്ഷെ ഒറ്റ വട്ടം നോക്കിയാൽ അലോയ് വീൽ, ആ ഒരു ഫ്ലെക്സ് വീൽസ് എന്ന് പറയും നമുക്ക് ഇതിന്. അതാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അക്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിന് അലോയ് നമുക്ക് ഷോറൂമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ്. 15 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. 185, 65, R15 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോർഡ്ലെസ്, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ബോർഡിൽ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈ ഒരു ക്ലാഡിങ് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് മിറർ വന്നിട്ട് നല്ലൊരു ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ഈ കൊണ്ടുവന്നിരിക്കുന്ന ട്രൈബർ ഏറ്റവും പുതിയ മോഡലാണ്. ഇതിൽ വന്നിട്ട് കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്. അതായത് നേരത്തെ നമുക്ക് ട്രൈബറിന് വന്നിരുന്നത് ഇത് ഓട്ടോ ഫോൾഡിംഗ് മിറർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് അകത്ത് വന്നിട്ട് നമുക്ക് ആ ഒരു ടച്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്ത് വന്ന ഒരു വെഹിക്കിളാണ് ഇപ്പൊ ഇത്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 3990, സബ് 4 മീറ്റർ വെഹിക്കിൾ ആണ്. 3990 ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. 2636 ആണ് വീൽ ബേസ് വരുന്നത് വെഹിക്കിളിന്റെ. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 182 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നത്. ഡോർ ഹാൻഡിൽസ് വരുമ്പോഴത്തേന് ഈ ഒരു ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡ് ഞാൻ പറഞ്ഞ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത്. ബി പില്ലർ എല്ലാം ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് നല്ലൊരു റൂഫ് റെയിൽ വെഹിക്കിളിന് വരുന്നുണ്ട്. ഈ റൂഫ് റെയിലിന് ക്യാരിങ് കപ്പാസിറ്റി ഉള്ളതാണ്. 50 kg, 50 കിലോ വരെ ക്യാരി ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു റൂഫ് റെയിലാണ് വരുന്നത്. പിന്നെ വേണ്ട ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചിരിക്കുന്നത്, ആ ഒരു ഡിസൈനിന്റെ ഒരു മികവെന്ന് തന്നെ പറയണം. വേണ്ട നമ്മൾ മേളിലോട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഒരു റൂഫ് അവർ കെർവ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം അകത്ത് നമുക്ക് ആ ഒരു ഹെഡ് റൂം ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ആ ഒരു കാര്യത്തിലൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് ഈ റെനോൾട്ടിന്റെ വാഹനത്തെ കുറിച്ച് പറയാനുള്ളത്,
ഒരു രീതിയിലും അവരുടെ ഒരു ഡിസൈനിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലോ അവർ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മാനുഫാക്ചർ ആണെന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെഹിക്കിളിന്റെ ഓവറോൾ ഡിസൈൻ നോക്കിയാലും ഔട്ട്സൈഡ് അതായത് എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കിയാലും ഇന്റീരിയർ കയറിയാലും നമുക്ക് ഒരു രീതിയിലും ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലോ അല്ലെ ബിൽഡ് ക്വാളിറ്റിയിലോ ഒന്നും ഒരു മോശം തോന്നുന്നില്ല. ഇപ്പൊ ഈ വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ തന്നെ ആണെങ്കിലും എങ്ങും തന്നെ നമുക്കൊരു മുഴച്ചു നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഡിസൈൻ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വരണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് തോന്നത്തേയില്ല. ഭയങ്കര ആ ഒരു ഒഴുക്കാണ് ഈ വെഹിക്കിളിന് മൊത്തത്തിൽ വന്നേക്കുന്നത്. അത് ഞാൻ ഇടത്ത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനിയിപ്പോ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട് വെഹിക്കിളിന്. ഒരു 7 സീറ്റർ ആയതുകൊണ്ട് അകത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. റിയർ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നല്ല വലിപ്പത്തിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് വെഹിക്കിളിന് വരുന്നത്. അത് സൈഡ് ഈ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ടെയിൽ ലാംപ്സ് ഒക്കെ വന്നേക്കുന്നത്, ആ ഒരു യൂണിറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ട്രൈബർ എന്നുള്ള ഈ ഒരു നല്ല ലെങ്തിൽ കൊടുത്തിട്ടുണ്ട് ബാഡ്ജിങ് ട്രൈബർ എന്നുള്ള. പിന്നെ റെനോൾട്ടിന്റെ ഈ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് റിയർ വൈപ്പറും വിത്ത് വാഷർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഒരു സ്പോയിലർ പോലത്തെ ഒരു ഫിനിഷിലാണ് ഇവർ ഡിസൈൻ അങ്ങനെ കൊടുത്തേക്കുന്നത്. സ്പോയിലർ അല്ല, ആ ഒരു ഡിസൈനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഡീക്കൽസുകളൊക്കെ കാണാം നമുക്ക്. എന്താ ഡ്രൈവറിന്റെ ഒരു ഡീക്കല്, പിന്നെ ഇവിടെ ഒരു ടെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോർഗർ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ എൻ്റെ ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ പ്ലേറ്റ്. പിന്നെ എൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡ് റെനോൾട്ട് എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിയർ ബമ്പർ ഈ ഒരു രീതിയിലാണ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴെ ഈ ഒരു ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗം കൊടുത്തേക്കുന്ന ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹണികോം ട്രീറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ ഡിസൈനിൽ. ഇത്രയാണ് റിയർ ഡിസൈൻ നമുക്ക് ഡ്രൈവറിന്റെ പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. 7 സീറ്റും അതായത് 3 റോസും ഫുൾ വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ലഗേജ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. ചെറിയ ബാഗ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വെക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു 84 ലിറ്ററേ വരത്തുള്ളൂ നമുക്ക് ഈ ഒരു സ്പേസ്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 റോയും ഫുള്ളായിട്ട് വെച്ച് കഴിയുമ്പോൾ ഇത്രയും ഒരു സ്പേസ് അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അതവിടെ നമുക്ക് ചെറിയ ബാഗുകളൊക്കെ നമുക്ക് വെക്കാവുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് റൂഫ് റെയിലിൽ നമുക്ക് 50 kg വെക്കാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ 7 പേരും നമുക്ക് സീറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ അത്യാവശ്യം ലഗേജ് ഒക്കെ വെക്കാം. പിന്നെ ഇതിന്റെ വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിംഗ് സിസ്റ്റം നമുക്ക് മൊത്തത്തിൽ നമ്മുടേതായ ഇഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റം ചെയ്യാം. അതായത് ഈ സീറ്റ്സ് മൊത്തത്തിൽ ഞാനിപ്പോ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ സീറ്റ് ഫുള്ള് മൊത്തത്തിൽ എടുത്ത് ബാക്കിലോട്ട് എടുത്ത് മൊത്തം റിമൂവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കോൺഫിഗറേഷൻ ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക്. ബാക്കിൽ ഇപ്പൊ 3 പേര് ഇരിക്കുവാണെങ്കിൽ 6 സീറ്ററായി. അതായത് 7 5 4 2 ഇങ്ങനെ രീതിയിൽ നമുക്ക് ഈ നമ്മുടെ ഡ്രൈവറിന്റെ ഈ ഒരു സീറ്റിംഗ് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം, നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഇത് മൊത്തം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു രീതിയിൽ നമുക്ക് ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നതായിരിക്കും. അത് വേണ്ട, ഇതിപ്പോ കണ്ടോ, ഫോൾഡ് ചെയ്തിടാം. വേണം ഇത് മൊത്തത്തിൽ നമുക്ക് ഈ 2 സീറ്റ്സും ഊരി മാറ്റാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട ഈ സീറ്റ് മാത്രം ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതായത് 3 റോ സീറ്റിംഗ്, അല്ലെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു സീറ്റ് മാത്രം ഇടുവാണെങ്കിൽ ഇത് മാത്രം ഫോൾഡ് ചെയ്തിടെങ്കിൽ അതായത് 1 2 3 4 ഇങ്ങനെ 4 പേർക്ക് ഇരിക്കാം. അപ്പൊ എന്നിട്ട് നമുക്ക് ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സാധനം വെക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് കസ്റ്റം ചെയ്യാവുന്ന രീതിയിലാണ് അവര് വെഹിക്കിൾ കൊടുത്തത്. അതെനിക്കൊരു നല്ല ഒരു ഗുഡ് ഫീച്ചർ ആയിട്ട് തോന്നി. കാരണം നമുക്ക് ഒരു 7 സീറ്റർ വാഹനം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകണമെങ്കിലും എല്ലാം പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് ഈ കസ്റ്റം ചെയ്ത് ഈ രീതിയിൽ നമ്മൾ സീറ്റുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 650 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും സ്പേസ് നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റും. പ്രാക്ടിക്കാലിറ്റി ആണ് മെയിൻ എന്ന് പറയുന്ന പോലെ, ഡ്രൈവറിന്റെ മെയിൻ പ്രാക്ടിക്കാലിറ്റിയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഇന്റീരിയറിലേക്ക് പോകാം. യെസ്, നമ്മുടെ ഡ്രൈവറിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് വെഹിക്കിളിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോ ലേറ്റസ്റ്റ് വന്ന ഡ്രൈവർ ആണ്. മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയറിൽ കയറി കഴിയുമ്പോൾ കാണുന്ന ഈ ഒരു ഡാഷ്ബോർഡ് ആണ്. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ വരുന്ന ഒരു ഡാഷ്ബോർഡ് ആണ്. ബീജും ബ്ലാക്കും ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡ് നിങ്ങൾ ചിലപ്പോൾ കൈഗറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പം പരിചിതമായിരിക്കും. കാരണം കൈഗറിന്റെ ആ ഒരു
ആ ഒരു ഡാഷ്ബോർഡ് ആണ് ഏകദേശം ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ വെഹിക്കിളിന് വന്നേക്കുന്നത്. ആ ഡാഷ്ബോർഡ് കൊടുത്തേക്കുന്നത് ആ ഡാഷ് തന്നെയാണ് ഏകദേശം, അങ്ങനെ തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പ്ലിറ്റ് അപ്പ് ചെയ്തുള്ള രീതിയിൽ ഈ ഒരു ഓവറോൾ ആ ഒരു ഡാഷിന്റെ ഡിസൈൻ ഒക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ടൈഗറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ടൈഗറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് ഡ്രൈവറിന്റെ കാര്യത്തിലേക്ക് പോകാം. ഡ്രൈവറിന്റെ നമുക്ക് ഈ ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരു അട്രാക്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെന്റ്സ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഉള്ള. പിന്നെ ആ ഒരു സൈഡിൽ വരുന്ന AC വെന്റിന്റെ ചുറ്റിനും ഒരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ വന്ന് കഴിയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു 8 ഇഞ്ചിന്റെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് ആണ്. അതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് റിപ്പോർട്ട്സ് ഒക്കെ അറിയാം, ട്രിപ്പ് റിപ്പോർട്ട്സ്, അതായത് നമ്മുടെ വണ്ടി എങ്ങനെയൊക്കെയാണ് നമ്മൾ വെഹിക്കിൾ ഓടിച്ചിരുന്നത്, അതായത് ആവറേജ് കൺസപ്ഷൻ, ആവറേജ് സ്പീഡ്, നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വോയിസ് കമാൻഡിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്വിച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. കാരണം ഞാൻ ഇതുകൊണ്ടാണ് പറയാൻ കാരണം, നമുക്ക് ഈ റെനോയുടെ വെഹിക്കിളിനകത്ത് കയറുമ്പോഴത്തേക്കും അവരുടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, കാരണം ഇവരുടെ വെഹിക്കിളിന്റെ ഒക്കെ പ്രൈസിങ്ങും അതേപോലത്തെ പ്രൈസിംഗ് ആണ്, ഭയങ്കര ഹെവി പ്രൈസിങ് അല്ല, അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് ആണെങ്കിൽ പോലും അവരുടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലോ അല്ലെങ്കിൽ അവരുടെ ബിൽഡ് ക്വാളിറ്റിയിലോ ഒന്നും ഒരു കോംപ്രമൈസും നടത്തിയിട്ടില്ല. കാരണം ഇപ്പൊ ഈ വെഹിക്കിളിന്റെ തന്നെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് പറയുന്നത് 6 lakhs, അതായത് 5.99 lakhs ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത്. ഈ വെഹിക്കിളിന്റെ ഒരു ഇന്റീരിയറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം എങ്ങും നമുക്കൊരു ഈ ലേഔട്ടിലുകളാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡും ഈ ഒരു നമ്മളിപ്പം പല വാഹനങ്ങളിലും നമ്മൾ ചിലപ്പോൾ കയറുമ്പോഴൊക്കെ രണ്ടും രണ്ട് തട്ടായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം. അങ്ങനെയുള്ള ഒരു രീതിയിലും ഉള്ള ഇത് നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല ഡീമെറിറ്റ്സുകളൊന്നും. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് മേളില്. പിന്നെ താണ്ടെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്, സൈക്കിളിന്റെ ഫയലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ വേണ്ട താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു AC-യുടെ കൺട്രോൾസ് ഒക്കെ ഈ ഒരു റൊട്ടേറ്ററി നോബാണ് കൊടുത്തേക്കുന്നത്, ഈ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മൊബൈലോ കീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പുതിയ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്, ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഓഫ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സെൻട്രൽ കൺസോൾ ഒക്കെ നമുക്ക് ഒരു എന്താ പറയുന്നത് നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഗിയർ ലിവർ, ഇത് AMG ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വെഹിക്കിളിന് AMG ട്രാൻസ്മിഷൻ ആയിട്ടുള്ള വെഹിക്കിളാണ്. അതിന് നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ ലെഫ്റ്റ് ലെഗ്, ഡ്രൈവിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ലെഗ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ മോഡിലും വണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് വന്നിട്ട് നമുക്ക് നോർമൽ ഹാൻഡ് ബ്രേക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കൂളിംഗ് ഫീച്ചർ ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂൾഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് ആ കൊടുത്തേക്കുന്നത്, നല്ല വലുപ്പത്തിലുണ്ട്. പിന്നെ ഇത് നമുക്ക് ബാക്കിലത്തെ AC-യുടെ കൺട്രോൾസ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും മെയിൻ ആയിട്ട് ഈ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്, അത് നല്ലതാണ്. നമുക്ക് കോ ഡ്രൈവർ സീറ്റിൽ വരുന്നില്ല, ഡ്രൈവർ സീറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ സീറ്റ് വന്നിട്ട് നമുക്ക് 6 way അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ്, ഇലക്ട്രിക്കലി അല്ല മാനുവലി ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ചെറിയ ഒരു ഫ്ലാറ്റ് ഒരു ബോട്ടം വരുന്നുണ്ട്, ഒരു ചെറിയ രീതിയിൽ ഒരു ഫ്ലാറ്റ് ഫിനിഷ് വരുന്നുണ്ട് താഴെ. എന്നിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം അതിനകത്ത് വന്നിട്ട് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീഡിയയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ടെലിഫോണിക് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ നമുക്ക് റെനോൾട്ടിന്റെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 7 inch TFT സ്ക്രീൻ ആണ് കൊടുത്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല നീറ്റ്ലി തന്നെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആവറേജ്, മൈലേജ്, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ട്രിപ്പ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്, TPMS വരുന്നുണ്ട് വെഹിക്കിളിന്.
പിന്നെ അതിന്റെ സർവീസ് കാര്യങ്ങൾ, ഇന്റർവെൽസും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഡോർ ഓപ്പണിങ്, അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിനകത്ത് ഇപ്പോഴത്തെ വെഹിക്കിളിനൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ലേ ഔട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബ്ലൂ തീമിലൊക്കെ കൊടുത്തേക്കുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വിഷനിലൊന്നും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പകലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡിജിറ്റലി ആണ് കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ. ഈ ഒരു സൈഡിൽ ഫ്യൂവൽ എൻ്റെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വണ്ടിയുടെ ടെമ്പറേച്ചറിന്റെ ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സീറ്റ്സ് വന്നിട്ട് നമുക്ക് ഒരു ബ്ലാക്കും ഒരു എന്താ പറയുന്ന ഒരു ബീജിന്റെ കൂട്ടത്തിൽ ഒരു ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത്. സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. നമുക്ക് ഡ്രൈവിംഗ് ആ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കും. സീറ്റിംഗ് പൊസിഷൻ നല്ല ഭംഗിയുണ്ട്. സീറ്റ് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും നല്ല ബാക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് കൊടുത്തത്. നമ്മൾ ഈ കൈയൊക്കെ സൈഡിലോട്ട് വെക്കുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ആ ഒരു കറക്റ്റ് പൊസിഷനിങ്ങിലാണ് കൈ വെച്ചത്. പിന്നെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റുമാണ്. പിന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ പുതിയ ഫീച്ചർ ആയിട്ട് വന്നേക്കുന്ന ഇത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു സൈഡ് മിറേഴ്സ്. പിന്നെ നമുക്ക് കണ്ടൊരു ഗ്ലൗ ബോക്സ് മേളിൽ വരുന്നുണ്ട്. അത്യാവശ്യം അവിടെ എല്ലാം നമുക്ക് ഒരു സ്റ്റോറേജ് കണ്ടെത്താൻ പറ്റുന്ന രീതിയാണ്. പിന്നെ രണ്ട് താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബീജും ബ്ലാക്കും ഒരു ടോണിലാണ് ഡോറും കൊടുത്തേക്കുന്നത്. നമുക്കൊരു 2 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന 2 ലിറ്റർ ബോട്ടിലാണെങ്കിലും വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെഹിക്കിളിന്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഇന്റീരിയറിൽ ഈ വെഹിക്കിളിന് 23 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ഈ വെഹിക്കിളിന്റെ ഉള്ളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ ഒരു സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് എല്ലാം കൂടെ മൊത്തം 23 ലിറ്ററോളം സ്പേസ് നമുക്ക് ഈ വെഹിക്കിളിന് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇനിയിപ്പോ നമുക്ക് നേരെ ബാക്ക് സീറ്റൂടെ ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രൈവറിന്റെ ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത്, നമുക്ക് വെഹിക്കിളിന് ബാക്കിലും AC വെന്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ കാണിച്ചാൽ മതി. രണ്ട് സൈഡിലും വരുന്നുണ്ട് AC വെന്റ്സ്. അതിന്റെ ഇവിടെ നമുക്ക് കൺട്രോൾസ് കാണാം. റൊട്ടേറ്ററി നോബ് ഞാൻ ഫ്രണ്ട് വെച്ച് കാണിച്ചില്ലായിരുന്നു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് സീറ്റിന്റെ ബാക്കിൽ ഫയർ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് രണ്ട് സീറ്റിന്റെ ബാക്കിൽ. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഗുഡി ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് നമുക്ക് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഈ തേർഡ് റോ സീറ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ഒരു കംഫർട്ട് അനുസരിച്ച് വേണം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് സ്ലാൻഡ് ചെയ്യാനും പറ്റും. എന്ത് കണ്ടോ, യെസ്, എന്താ ഈ രീതിയിൽ കിടന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. അതൊക്കെ കമ്പനി ഒരു വലിയ കാര്യമാണ്. കാരണം നല്ല കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ അതെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് വന്നിട്ട് നീ റൂം വന്നിട്ട് വേണ്ട അത്യാവശ്യം നല്ല നീ റൂമും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഹെഡ്റൂം ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ഹെഡ്റൂം ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്റ്റീരിയർ പറഞ്ഞ പോലെ തന്നെ ആ മേളിലെ റൂഫ് നമ്മുടെ ആ ഒരു കർവ് ചെയ്ത് പോകുന്നത് കൊണ്ട് അത് നമുക്ക് ഈ ഒരു ഹെഡ്റൂം ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കണ്ടെത്താൻ പറ്റും. പിന്നെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ മൊത്തത്തില് വെഹിക്കിളിന്റെ ഒരു സ്റ്റേഡിയം ലൈക്ക് ആണ്. കാരണം ഫ്രണ്ടിലത്തെ സീറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ റേസ് ചെയ്യാണ് ബാക്കിലത്തെ സീറ്റ് വരുന്നത്. ആ രീതിയിലാണ് ഇവിടെ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിഷൻ ഒക്കെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്കും ആ ഒരു ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഉണ്ട്, സൈഡിലോട്ടുള്ള വ്യൂ ആണെങ്കിലും നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്കൊരു ഒട്ടും ക്രാംഡ് ആയിട്ടുള്ള ഫീൽ ഒന്നുമില്ല. കാരണം നല്ല ഏറിയ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത്രയാണ്. ഇനിയിപ്പോ നമ്മുടെ ഡോർ പോക്കറ്റ്സ് വരുമ്പോഴത്തേക്കും ഒരു 2 ലിറ്റർ അല്ലെ 1 ലിറ്റർ ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോറിൽ. യെസ്, എത്രയാണ്. നമുക്കിവിടെ ആംറസ്റ്റ് ഒന്നും വെഹിക്കിളിൽ വരുന്നില്ല. 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാരണം സെന്റർ ടണലോ കാര്യങ്ങളോ ഒന്നും വരുന്നതുകൊണ്ട് നല്ല സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി നേരെ തേർഡ് റോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തേർഡ് റോയുടെ എങ്ങനെയാണ് കയറുന്നത് ഞാൻ കാണിച്ചു തരാം. തേണ്ടത് കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്. നമുക്ക് ആ സൈഡിൽ നോക്കിയാൽ കാണാം. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ കയറാൻ പറ്റും. ഇത്രയാണ് കാര്യങ്ങൾ. വേണ്ട ഇങ്ങോട്ട് ഞാൻ ക്യാമറ പിടിക്കാം. ഈ രീതിയിലാണ് ഒരു നീ സ്പേസ് എന്ന് പറയാൻ നമുക്ക് ഈ രീതിയിലേ ഉള്ളൂ. അത്യാവശ്യം
മെയിനായിട്ടും നമുക്ക് കിഡ്സിനൊക്കെ ഇരിക്കാവുന്ന രീതിയിലാണ്. അത്യാവശ്യം ചെറിയ ദൂരമൊക്കെ ഉള്ളെങ്കിൽ ഇപ്പൊ എന്നെ പോലുള്ള ഒരു ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാൻ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. വലിയ തൈ സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്, കാരണം ബാക്കിലേക്ക് തേർഡ് റോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റേസ് ചെയ്തായിരിക്കുമല്ലോ നിൽക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ രീതി വരുന്നത്. നമുക്ക് ചെറിയ ദൂരങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ മേളിലും നമുക്ക് റൂഫ് AC വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. തേർഡ് റോയിലും AC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ടി ഇവിടെ ഒരു വാട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എൻ്റെ ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ വേണമെങ്കിൽ കുത്തിച്ചേരിയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ആ രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് പോലെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ. ഇതിന്റെ സ്പീഡ് നമുക്ക് ആ ഒരു റൊട്ടേറ്ററി നോബിൽ തന്നെയാണ് ഇതിന്റെ ഒരു ബ്ലോവർ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്രയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു നീ റൂമൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷെ ഇപ്പോഴാണെങ്കിലും എന്റെ കാലിടിക്കുന്നൊന്നുമില്ല. കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് നീക്കി നോക്കാം. കണ്ടോ? അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ എങ്കിലും തൈ സപ്പോർട്ട് വലുതായിട്ട് പ്രതീക്ഷിക്കരുത്. ഇതിപ്പോ ഞാൻ കുറച്ചധികം നീക്കിയിട്ടു. യെസ്, അപ്പൊ അത്രയാണ് തേർഡ് റോയിലെ കാര്യങ്ങള്. ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇറങ്ങട്ടെ. യെസ്, അപ്പൊ നമ്മുടെ ഡ്രൈവറിന്റെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് AMT ട്രാൻസ്മിഷൻ ആണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളിന് വരുന്നുണ്ട്. നമ്മളിപ്പോ ഇന്ന് ഡ്രൈവിന് എടുത്തേക്കുന്നത് AMT ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ AMT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ നമുക്ക് എഞ്ചിൻസ് ഒക്കെ പറയുന്നത് 1 ലിറ്റർ എഞ്ചിനാണ് വെഹിക്കിളിന് വരുന്നത്. 1 ലിറ്ററിൽ 72 PS പവറും 96 Nm ടോർക്കുമാണ് 3500 RPM നമുക്ക് കിട്ടുന്നത്. ആദ്യമേ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു പവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഡീസന്റ് എമൗണ്ട് ഓഫ് പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഫിഗർ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റെനോയുടെ വെഹിക്കിളിന് ഈ AMT വരുന്നത് പൊതുവെ മറ്റുള്ള വെഹിക്കിളിനെക്കാട്ടിലും കുറച്ചുകൂടെ അവരുടെ ട്യൂണിങ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്വിഡ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് ക്വിഡിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമല്ല, എങ്കിൽ പോലും മറ്റുള്ള AMT ട്രാൻസ്മിഷനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്ര ലാഗ് എനിക്ക് ഈ റെനോയുടെ വെഹിക്കിളിന്റെ AMTയിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ ഗിയറൊക്കെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് ഒരു പവറും കാര്യങ്ങളും ഒക്കെയാണ് വെഹിക്കിൾ നമുക്ക് തരുന്നത്. പിന്നെ നമുക്ക് സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്ഫെർസൺ സ്റ്റഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പിലായിട്ട് കൂടി. മക്ഫെർസൺ സ്റ്റഡ്സ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് ആ ഒരു ടോർഷൻ ബീം സെറ്റപ്പ് ആയിട്ടാണ് ബാക്കിൽ സസ്പെൻഷൻ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് വെഹിക്കിളിന്. ഈ പറഞ്ഞ പോലെ ബോഡി റോളിങ്ങോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 7 സീറ്റർ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാരണം എങ്ങും നല്ല ആ സസ്പെൻഷന്റെ ട്യൂണിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. കാരണം ഒരു കുറച്ച് ബാഡ് റോഡ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മള് ഓവർ ബോഡി റോളിങ് അങ്ങനെയുള്ള ബോഡി റോളിങ് തീരെ ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. അങ്ങനെ എനിക്ക് ബോഡി റോൾ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ വെഹിക്കിളിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് CMFA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. റെനോൾട്ടും നിസാനും കൂടെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന രണ്ടുപേരും കൂടെ അവരുടെ വെഹിക്കിളിന്, നിസാന്റെ വെഹിക്കിളിലും ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്വിഡ് പോലുള്ള ചെറിയ വെഹിക്കിൾ പോലും ഈ ഒരു CMFA പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് EV വേണേലും അവർക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് CMFA എന്നുള്ള പ്ലാറ്റ്ഫോം. പിന്നെ നമുക്ക് വെഹിക്കിളിനകത്ത് മൈലേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മൈലേജ് ആണ്. കാരണം 1 ലിറ്റർ ആയതുകൊണ്ടും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു മൈലേജും കാര്യങ്ങളൊക്കെ വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ഈ ഒരു സ്ട്രെച്ചൊക്കെ ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ഞാനൊന്ന് റീസെറ്റ് ചെയ്തിട്ടാണ് ആ വണ്ടി എടുത്തുമ്പോൾ ഓടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് മൈലേജ് ഇപ്പൊ കാണിക്കാനുള്ള സമയമായിട്ടില്ല. എങ്കിലും നമുക്കൊരു ഹൈവേയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു
18+ ഒക്കെ മൈലേജ് കിട്ടണം. കാരണം ഇതൊരു 1 ലിറ്റർ ആയതുകൊണ്ടും നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 18 അല്ലെ 16+ ഒക്കെ മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. അത്ര ഹാർഡൊന്നുമല്ല, വളരെ നല്ല ലൈറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പൊ നമ്മുടെ ഡ്രൈവറിന്റെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ വെഹിക്കിൾ ഇന്ന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കലൂരുള്ള റെനോൾട്ട് ഷോറൂം ആണ്. അവിടുത്തെ ഫർഹാനാണ് നമുക്ക് ഈ വെഹിക്കിള് വിട്ടുതരികയൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒക്കെ അറിയാനായിട്ട് ഫർഹാനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫർഹാന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളോട് ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ചില വീഡിയോസിലൊക്കെ ഇപ്പൊ ഈ നമ്മുടെ ഡ്രൈവറിന്റെ വീഡിയോ തന്നെ ആണേലും നമ്മുടെ സൗണ്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ മോശമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ മൈക്ക്, ഞാൻ ഈ മേടിച്ച മൈക്ക് അത്ര ഒരു ക്വാളിറ്റി ഉള്ള മൈക്കല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സോറി ഫോർ ദാറ്റ്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ കുറച്ച് 1-2 വീഡിയോസിൽ മുതൽ ഇപ്പൊ ഈ ഒരു മൈക്കിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് കേൾക്കുമ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.